കേസ് നെടുമങ്ങാട് കമ്മിറ്റിയുടെ കൗതുകമുള്ളൊരു കേസാണല്ലോ അല്ലേ അരുൺ? നമുക്കറിയാം 1990-കളിലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. 60 ഗ്രാം ഹാഷിഷുമായി ഒരു ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ പിടിയിലാകുന്നു. അയാളെ രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് ആന്റണി രാജുവിനെതിരായ കേസ്. അതിനുശേഷം അതായത് 1996 ആന്റണി രാജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു, MLA ആകുന്നു. പിന്നീട് അതായത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം കേരള കോൺഗ്രസ് ജോസ് ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ഒരേ ഒരു നിയമസഭയിലെ പ്രതിനിധിയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷത്തിൽ തന്നെ മന്ത്രിയാകുന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കെ ഈ ഒരു കേസിൽ കുറ്റക്കാരെന്ന് വിധിച്ചൊരു സാഹചര്യം സ്വാഭാവികമായും എന്തായിരിക്കും എന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ പോവുക? കോടതിയിൽ അതായത് 2 വർഷത്തിലധികം ശിക്ഷ വിധിച്ചാൽ സ്വാഭാവികമായും MLA സ്ഥാനം നഷ്ടമാകും. തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിക്കാൻ എല്ലാവിധ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ നീക്കങ്ങളൊക്കെ ആന്റണി രാജു നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് അപ്രതീക്ഷിതമായി ഈ ഒരു വിധി വരുന്നത്. ഈ ഒരു കേസ് നേരത്തെ ആന്റണി രാജു സൂചിപ്പിച്ചതുപോലെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ഈ കേസ് അന്വേഷിച്ചപ്പോൾ അന്ന് ഈ കേസിൽ ആന്റണി രാജു ഒരു നിരപരാധിയാണ് എന്ന രീതിയിലുള്ള കണ്ടെത്തലാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതിനുശേഷം എങ്ങനെയാണ് ഈ കേസ് വീണ്ടും ഉയർന്നു വന്നത് അരുൺ? തീർച്ചയായിട്ടും അന്ന് അദ്ദേഹം ഒരു അഭിഭാഷക നിലയിൽ ചെയ്ത തെറ്റാണ്. അതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കേസ് തന്റെ കക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൃത്രിമം നടത്തുകയായിരുന്നു. ക്രിമിനൽ ഗൂഢാലോചനയും ക്രിമിനൽ കുറ്റവും ചെയ്യുകയായിരുന്നു അഭിഭാഷകനായിരുന്ന ആന്റണി രാജു. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ രീതിയിൽ തിരിച്ചടിയായിരിക്കുന്ന കേസിന്റെ ഒന്ന് സഞ്ചരിച്ചാൽ 90-ലാണ് ഈ കേസിന് ആസ്പദമായ അല്ലെങ്കിൽ ഈ കേസിലേക്ക് നയിച്ച പ്രതി ഓസ്ട്രേലിയൻ പൗരൻ തിരുവനന്തപുരത്ത് 61 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടിയിലാകുന്നത്. അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ ഹാഷിഷ് ഓയിൽ കടത്തുകയായിരുന്നു. അങ്ങനെയാണ് പ്രതിയെ പിടികൂടുന്നത്. സെലിൻ വിൽഫർഡ് എന്ന വളരെ പ്രശസ്തയായ അഭിഭാഷകയുടെ ജൂനിയർ ആയിരുന്നു ആന്റണി രാജു. അന്ന് പക്ഷേ ഈ കേസിൽ ഈ പ്രതിയെ ശിക്ഷിച്ചു. സെഷൻസ് കോടതി ശിക്ഷിച്ചു. 10 വർഷം തടവിനും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷിക്കുന്നു. അതിനുശേഷമാണ് അയാൾ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്നത്. അപ്പീൽ പോകുമ്പോഴാണ് ഈ കൃത്രിമം നടന്നത്. ഇയാൾ പിന്നീട് ഇത് പുറത്തു വരുന്നത് ഇയാൾ മറ്റൊരു കേസ് ജയിലിൽ കിടക്കെ സഹതടവുകാരനോട് ഇങ്ങനെ കൃത്രിമം കാട്ടിയാണ് രക്ഷപ്പെട്ടത് എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഇത് അന്വേഷണത്തിലേക്ക് പോകുന്നത്. തൊണ്ടി മുതൽ കൃത്രിമം കാട്ടിയെന്ന് ആരോപിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വിജിലൻസ് ഇത് ശരിവച്ചുകൊണ്ട് റിപ്പോർട്ട് കോടതിയിൽ നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 94 മഞ്ചൂർ പോലീസ് കേസെടുത്തത്. കൃത്രിമം കാട്ടിയത് കോടതിയിലെ തൊണ്ടി വിഭാഗത്തിന്റെ ക്ലർക്ക് ജോസും അഭിഭാഷകനായ ജൂനിയർ അഭിഭാഷകൻ ആന്റണി രാജുവും ചേർന്നാണെന്ന് കണ്ടെത്തി. ഈ 4 മാസം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ഈ സാൽവദോർ സാർലി എന്ന ഓസ്ട്രേലിയൻ പൗരൻ 4 മാസം ജയിലിൽ കിടക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബന്ധുവെത്തി ഇയാളുടെ കേസിന് ആവശ്യമില്ലാത്ത സ്വകാര്യ വസ്തുക്കൾ കൈമാറണമെന്ന ആവശ്യം കോടതിയിൽ അറിയിക്കുന്നു. സ്വാഭാവികമായും കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. അതിനു മുമ്പ് ഈ അടിവസ്ത്രം കൂടി അതിനൊപ്പം തെളിവായി നിന്ന ഏറ്റവും പ്രധാന തെളിവായ അടിവസ്ത്രം കൂടി ഇയാൾ വാങ്ങുകയായിരുന്നു. അത് അഭിഭാഷകൻ ക്ലർക്കും ചേർന്ന് അവിടെ നിന്ന് കൊണ്ടുപോയി ഇയാളുടെ അളവ് മാറ്റി, അതായത് അടിവസ്ത്രത്തിന്റെ യഥാർത്ഥ അളവ് മാറ്റി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അതാണ് ഇപ്പോൾ ആന്റണി രാജുവിനെ കുരുക്കായി മാറിയത്. ഉത്തരമേഖല IG ആയിരുന്നു TP സെൻകുമാർ. അദ്ദേഹം ഈ കേസിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. 2006-ലാണ് ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ആന്റണി രാജുവിനെ 2ാം പ്രതിയാക്കിയും ജോസിനെ 1ാം പ്രതിയുമാക്കി വഞ്ചൂർ കോടതിയിൽ പോലീസ് കുറ്റപത്രം നൽകിയത്. പിന്നീട് സുപ്രീം കോടതി വരെ ആന്റണി രാജു കേസ് റദ്ദാക്കണം, കോഷ് ചെയ്യണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതി വരെ അദ്ദേഹം പോയെങ്കിലും അത് നടന്നില്ല. കേസുമായി മുന്നോട്ട് പോകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഒടുവിൽ 2014 പ്രത്യേക ഉത്തരവിലൂടെ ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന നെടുമങ്ങാട് കോടതിയിലേക്ക് കേസ് മാറ്റുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ കോടതിയാണ് ഇപ്പോൾ വിധി പറയാൻ പോകുന്നത്. വളരെ നിർണായകമായ വിധി. രാഷ്ട്രീയമായി കൂടി ഇതിന് പ്രസക്തി ഉണ്ടാകുന്നത്. അദ്ദേഹം ഇന്ന് MLA ആണ്, മന്ത്രിയാണ്. 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ ടൈമിൽ 2.5 വർഷത്തോളം അടുത്തിരിക്കെ ഇടതുമുന്നണിയെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയായിരിക്കുന്നു. ഒരു വശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള
കേസിൽ അന്വേഷണം നടക്കുന്നു. അതിൽ CPM നേതാക്കൾ ഉൾപ്പെടെ ആ കേസിൽ അറസ്റ്റിനായ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇടതുമുന്നണിയുടെ തലസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ആന്റണി രാജു ഒരു തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. വലിയൊരു പ്രതിഷേധം കോടതിക്ക് മുന്നിലുണ്ട്. ആന്റണി രാജുവിനെതിരെ, സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ഫ്ലെക്സ് ബോർഡുകളുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നു. അതോടൊപ്പം കൂടുതൽ യുവജന സംഘടനാ പ്രതിനിധികൾ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയിട്ടുണ്ട്. ഒരു പ്രതിഷേധത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ അവിടെ ഉണ്ടോ, കോടതിക്ക് മുന്നിലുണ്ടോ അരുൺ? നേരത്തെ ആന്റണി രാജു കയറിപ്പോകുമ്പോൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയായിരുന്നു KSU കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അവർ ചെയ്തത് പിന്നീട് അവർ ഒരു ഫ്ലക്സ്, ഒരു ബാനർ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് കാര്യമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇത് രാഷ്ട്രീയമായി കൂടി ഒരുപക്ഷെ ആരോപണമായി ഉയർന്നു വന്നേക്കാം. കാരണം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്, മുൻ മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ആരോപണമായി കൂടി മാറിയേക്കാം. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആന്റണി രാജു എന്ന രാഷ്ട്രീയക്കാരനല്ല ഈ കൃത്രിമത്വം നടത്തിയത്. നമ്മൾ ആ ഒരു ഭാഗം കൂടി ഇതിൽ പറഞ്ഞു പോകണമെന്ന് കരുതുന്നു. ആന്റണി രാജു എന്ന അഭിഭാഷകനാണ് ഇത്തരമൊരു അധാർമികമായ, തന്റെ പ്രൊഫഷന് ചെയ്യാത്ത ഒരു കാര്യം ചെയ്തത്. ഒരു അഭിഭാഷക വൃത്തിയുടെ അധാർമികമായ ഇടപെടലായി കൂടി ഈ കേസിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരമൊരു കാര്യമാണ് ഇത് പ്രധാനമായും സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് ഒരുപക്ഷെ അദ്ദേഹം രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഇതിലേതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നിരിക്കാം. അത് തള്ളിക്കളയാൻ കഴിയുന്നതൊന്നുമല്ല. പക്ഷേ ഒരു അഭിഭാഷകൻ തന്റെ കക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ തൊണ്ടി മുതൽ തന്നെ മാറ്റുന്നു, തൊണ്ടി മുതൽ കൃത്രിമം കാട്ടുന്നു. അതും കോടതി നൽകിയ ഒരു ഇളവ്, ഈ പ്രതിയുടെ സ്വകാര്യ വസ്തുക്കൾ വിട്ടു കൊടുക്കണമെന്ന കോടതിയുടെ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ക്രിമിനൽ കുറ്റം ചെയ്തത് അന്നത്തെ അഭിഭാഷകനും അയാളെ സഹായിച്ച കോടതി ജീവനക്കാരനുമാണ്. അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 94 അന്ന് കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ്, ഈ 90 ഇടതു സർക്കാരിന്റെ കാലത്താണ് കേസ് ആദ്യം നടക്കുന്നത്. പിന്നീട് 94 കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് പ്രതിയെ വെറുതെ വിടുന്നു. ആന്റണി സർക്കാരിന്റെ കാലത്ത് വീണ്ടും അന്വേഷിക്കുമ്പോഴാണ് ഈ കേസിൽ മറ്റു 3 പ്രതികളുണ്ടെന്ന് ആന്റണി രാജു പറയുന്നത് പോലെ കേസ് മാറുന്നത്. ഏതായാലും അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ 2005 ഉമ്മൻചാണ്ടി അധികാരമൊഴിയുന്നതിന് മുമ്പാണ് കേസ് വീണ്ടും അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകുകയും 3 മാസങ്ങൾക്ക് കൊണ്ട് അന്വേഷിച്ച് ആന്റണി രാജുവിനെ പ്രതി ചേർത്ത് കേസ് നൽകുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് ആ കേസാണ് ഇപ്പോൾ അന്തിമ വിചാരണയിലേക്ക് കടക്കുന്നത്, വിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ കേസിന്റെ വിധി പുറത്തു വരും. ഒരുപക്ഷെ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനെ കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിനുള്ള ശിക്ഷയാകില്ല ആദ്യം വിധിക്കാൻ പോകുന്നത്. ഈ കേസിൽ ശിക്ഷ പറയാനുള്ള അധികാരം ഈ കോടതിക്കുണ്ടോ, അല്ലെങ്കിൽ 3 വർഷത്തിൽ താഴെയാണ് ശിക്ഷ ആന്റണി രാജുവിനും കൂട്ടുപ്രതിക്ക് ലഭിക്കുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ശിക്ഷ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ CJM കോടതിയിലേക്ക് മാറ്റി ശിക്ഷ പറയാനുള്ള അധികാരം CJM കോടതിക്ക് മുകളിലുള്ള കോടതികൾക്കാണ്, ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് വിധി പറയും. ഏതായാലും ആന്റണി രാജു ഇപ്പോൾ കോടതി മുറിക്ക് മുന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കോടതി മുറിക്ക് മുന്നിൽ ആന്റണി രാജു ഇവിടെ നിന്ന് അദ്ദേഹം കോടതി മുറിക്ക് പുറത്ത് വിധി കേൾക്കാൻ എത്തിയിട്ടുണ്ട്. അവിടെ കയറും മുമ്പാണ് അദ്ദേഹം നമ്മോട് പ്രതികരിച്ചത്. നിരപരാധികളും ശിക്ഷിക്കപ്പെടാം, കോടതി വിധികളെല്ലാം പൂർണ്ണമായും ശരിയല്ല എന്ന് ഒരു മുതിർന്ന സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് ഒരു ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. ആന്റണി രാജുവിനെ സംബന്ധിച്ചത് നെഞ്ചിടിപ്പിൻ്റെ ഒരു നിമിഷങ്ങളാണ്. അരുൺ, ഇവിടെ നമുക്കറിയാം ഈ ഒരു 3 വർഷത്തിലധികം ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അത് മറ്റൊരു കോടതിയിലേക്കായിരിക്കും. അങ്ങനെയെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകാം. അതല്ല 3 വർഷത്തിൽ താഴെയാണെങ്കിൽ സ്വാഭാവികമായും കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കാം. പക്ഷേ ആന്റണി രാജുവിൻ്റെ അരുൺ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നു. കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് അദ്ദേഹത്തിന് കഴിയുമോ എന്നതുപോലും സംശയമാണ്. കാരണം എന്തായിരിക്കും കോടതിയുടെ വിധി, അതിനുള്ള ആകാംക്ഷയാണ്. എന്താണ് പ്രോസിക്യൂഷൻ്റെ വാദം എന്താണ്? ഈ കേസിൽ പ്രോസിക്യൂഷൻ നടത്തിയ തെളിവുകളടക്കം കണക്കിലെടുത്ത് കോടതി നേരത്തെ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞതായി കോടതി കണ്ടെത്തിയിരുന്നു. ജീവപര്യന്തം വരെയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പ്രോസിക്യൂഷൻ്റെ നിലപാട്, ആവശ്യം എന്താണ്?
കുറ്റം തെളിഞ്ഞിരിക്കുന്നു, പരമാവധി ശിക്ഷ ലഭിക്കണം, അതായത് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്, പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതുകൊണ്ടുകൂടിയാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ ഇപ്പോൾ ഇവിടെ വിധി പറയേണ്ട കാര്യമില്ല, ഇവിടെ വിധി പറയേണ്ട അധികാരം ഈ കോടതിക്കില്ല, CJM കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതി ഇപ്പോൾ ആ ഉപഹർജി കേൾക്കുന്നത്. അതിലാകും ആദ്യം വിധി പറയുക. 3 വർഷത്തിൽ താഴെയാണ് ശിക്ഷയെങ്കിൽ സ്വാഭാവികമായും ഈ കോടതിക്ക് വിധി പറയാൻ കഴിയും. ആ വിധി പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ആന്റണി രാജുവിന് ഇവിടെ നിന്ന് തന്നെ ജാമ്യം എടുത്ത് പുറത്തു പോകാനും കഴിയും. ഇനി ശിക്ഷ അതിന് മുകളിലേക്ക് കൊടുക്കാനാണ് കോടതി ഉദ്ദേശിക്കുന്നതിൽ സ്വാഭാവികമായും ഇന്ന് വിധി പറയില്ല. അങ്ങനെ വന്നാൽ ആന്റണി രാജു ഇന്ന് തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരും. ഇവിടെ നിന്ന് ജാമ്യം എടുക്കാൻ കഴിയില്ല. കാരണം സാധാരണഗതിയിൽ ഒരു കേസിൽ പ്രതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിയുടെ ജാമ്യം ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായും റദ്ദാകും. ഏതായാലും ഇപ്പോൾ ആന്റണി രാജു കേസിൽ ജാമ്യത്തിലാണ്. എല്ലാ പ്രതികളെയും പോലെ ഒരു കേസിൽ ജാമ്യം എടുത്തു കഴിഞ്ഞ ശേഷമാണ് പ്രതിക്ക് ട്രയൽ നേരിടാൻ കഴിയുക. അങ്ങനെ ആന്റണി രാജു ഇപ്പോൾ ജാമ്യത്തിലാണ്. ഈ 3 വർഷത്തിൽ കൂടുതലാണ് ശിക്ഷയെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം കുറ്റക്കാരൻ കണ്ടെത്തുമ്പോൾ തന്നെ ആ ജാമ്യം റദ്ദായിട്ടുണ്ടാകും. 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷയാണെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് ജയിലിൽ അയക്കേണ്ടി വരും. അത് ഇന്ന് വിധി പറഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വരും. അതാണ് ഇതിലുള്ള സാഹചര്യം. ഏതായാലും 3 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയാണെങ്കിൽ അദ്ദേഹത്തിന് MLA സ്ഥാനം നഷ്ടപ്പെടില്ല. അദ്ദേഹത്തിന് തുടർന്നും MLA തുടരാം, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ഇന്ന് ജാമ്യം കിട്ടും, അപ്പീൽ പോകാനുള്ള അവസരവും ഉണ്ടാകും. പക്ഷേ അല്ലെങ്കിൽ അപ്പീൽ പോകുന്നത് ജയിലിൽ കിടന്ന ശേഷം മാത്രമേ, ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡിൽ പോയ ശേഷം മാത്രമേ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ നൽകാൻ കഴിയൂ. അതാണ് കീഴ്വഴക്കം, അതാണ് നിയമം, അതാണ് ഏറ്റവും നിർണായകമായി മാറുക. അങ്ങനെ ആന്റണി രാജുവിന്റെ MLA സ്ഥാനം സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒഴിയേണ്ടി വരും. ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കൊന്നും പോകാൻ കഴിയില്ല. കാരണം ഇനി ആഴ്ചകൾക്കപ്പുറത്തേക്ക് പൊതുതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. അവിടെ മറ്റു സ്ഥാനാർത്ഥിയെ ഇടതുമുന്നണി കണ്ടെത്തേണ്ടി വരും. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് തൊണ്ടി മുതൽ തിരിമറി കേസിൽ വിധി പറയുക. മുൻ മന്ത്രിയും നിലവിൽ MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ആന്റണി രാജുവിനെതിരെ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ഉൾപ്പെടെ തെളിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം കോടതി ശിക്ഷ വിധിക്കും.